പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഓട്ടറയിൽ അയ്യപ്പം പാൽക്കാട് താത്താമംഗലത്തേരാണ് പറഞ്ഞുകൊണ്ട് എനിക്ക് മുണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞാനിങ്ങോട്ട് ഭാഗം വന്ന ഒറ്റയ്ക്ക് പോകേണ്ട ചാമിച്ചോ എന്നെയും വിളിച്ചിട്ടുണ്ട് ആര്? നമ്മുടെ സുനിൽ ചിറ്റൂര് എന്തോ പൊത്തിപ്പിടിച്ച് അവൻ്റെ വണ്ടി കയറിയിരുന്നു ഇവിടെ കൊണ്ട് തള്ളിയിട്ടു. നേരത്തെ കാലത്തൊക്കെ ഞങ്ങൾ വന്നു, പിന്നെയാണ് മന്ത്രി എല്ലാവരും വന്നത്. എന്താ പറയുന്നത്, ഗംഭീര പരിപാടിയാണ് ഇല്ലേ നിങ്ങളുടെ? എന്തായാലും പ്രസംഗവും കാര്യങ്ങളൊക്കെ ചാമ്യച്ച കേട്ടു, വളരെ സന്തോഷം. എന്താ പറയുന്നത്, കുടുംബത്തിലെ 4 ആളിനെ കൂട്ടി വളയ്ക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ. ഈ 12 ദേശങ്ങൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. എന്താ പറയുന്നത്, അതിശയം തന്നെ. ഇന്നിപ്പോ കൂട്ടൊന്നുമില്ല, ഒന്നുമില്ല, കുറിയുമില്ല, കൂട്ടുമില്ല, രണ്ടുമില്ല. എന്താ പറഞ്ഞ ഈ ഫോണ് വന്നപ്പോഴേ അപ്പനൊരു ഫോണ്, അമ്മയ്ക്കൊരു ഫോണ്, മക്കൾക്കൊരു ഫോണ്, ഒരേ നോണ്ടല്ലേ. വയസ്സായവർ തിണ്ണപ്പള്ളിയിലിരിക്കണമെന്നുള്ള ഒരു ബോധവുമില്ല. കൂട്ടം കൂടാനും വരുന്നില്ല, ചിരിക്കാനും വരുന്നില്ല, കളിക്കാനും വരുന്നില്ല. മക്കൾ എന്താ പറയുന്നത്, എന്നെ പോലുള്ള വയസ്സായവർക്ക് എന്താണ് ഒരു രക്ഷ? അതിനാണ് ഈ രക്ഷ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, കൂട്ടായ്മ. പെണ്ണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അവരുടെ മനസ്സിൽ ഖേദം തീർക്കാൻ അയൽക്കൂട്ടമുണ്ട്, ആണുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാ. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, പെണ്ണുങ്ങൾക്ക് ഒരാഴ്ച കാലത്തെ അവിടെ പോയി കൂടാ ഇല്ലേ? എല്ലാ കാര്യവും അവിടെ പോയി പറയാ. ഞങ്ങളെ പോലുള്ളവർ എന്താ ചെയ്യുന്നു, വീടിയും കൂടി ഇപ്പൊ വലിക്കാൻ പാടില്ല എന്നാ പറയുന്നു, കൊര പിടിക്കണു. വേണ പുലിപാല്, വീടിയുമില്ല, ഒന്നുമില്ല, അതൊന്നും വേണ്ട. എന്തിനു നമ്മൾ പിന്നെ അല്ലെങ്കിലേ തിന്നുന്നതൊക്കെ ദോഷമാണ്. അതിന് പുറമെ ഈ വീടിയും കണ്ടിക്കണ്ടതൊക്കെ വലിക്കാൻ പറ്റുമോ? പിള്ളേർ അതിനൊന്നും സമ്മതിക്കില്ല. മുണ്ടാടുത്തുള്ള പള്ളിയിലിരിക്കാൻ തുണ്ടപ്പള്ളിയിൽ ചായ കുടിക്കാൻ പോകാൻ വിടുന്നില്ല എന്ന് പിള്ളേർ. മോശമാണ്, ചായക്കടി പോണതേ മോശമാണവേ. പാല് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ചായ കുടിക്കാൻ പറ്റുള്ളൂ. നാണിലേക്ക് നടക്കാണ്ടിരുന്ന നമുക്കൊക്കെ പറ്റുമോ? അപ്പന്മാരെ എന്ത് പറയും, വേറൊരു പെറ്റെടുക്കും. എനിക്കിത്തിരി നടക്കാൻ പോകണടാ കുട്ടിയെ പറഞ്ഞ, നടക്കാൻ പോണത് വലിയ സ്റ്റൈലാണ് വേ. അത് ചായക്കട വരെ നടക്കും, പോയി ചായയും കുടിക്കും. അവിടെ ഇരുന്ന് 5-6 വർത്തമാനം പറയാണ്ട് നമുക്കൊക്കെ മനസ്സിൽ നോക്കുവോ ഈ നാട്ടും പുറത്തുകാർക്ക്? എന്തിനു പറയണ്, ചന്തമായ സദസ്. നമ്മുടെ 5-ാം മൈല് വരരുചി ദേശക്കൂട്ടായ്മന്റെ പരിപാടി ഗംഭീരം ആകട്ടെ ടോളി. ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടെങ്കിലേ വയസ്സായവർക്ക് ഇവിടെ വന്ന് സന്തോഷിക്കാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞ 6ാമത്തെ വർഷമാണില്ലേ? എന്താണ് അല്ല, ഈ ദേശക്കൂട്ടായ്മ പറഞ്ഞപ്പോ ഞാന് ഇവിടെ ഇരുന്നപ്പോ പ്രസംഗമൊക്കെ കേട്ടു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഭഗവാനെ, മരിപ്പ് വീട് പറഞ്ഞ അതൊരു കല്യാണ വീടിനെ പോലെയാണ് ആൾക്കാർ കാണിക്കുന്നത്. കണ്ണിക്കണ്ട വെള്ളവും തണ്ണിയൊക്കെ അടിച്ചിട്ട് വന്നിട്ടേ ഒന്നും രൂപൂല. പട്ടണ കുളിപ്പിക്കണ, കുറി കൊടുക്കണ, ഗന്ധാ ഒരു ബഹളമാണ്. ആ മരിപ്പിന്റെ ചന്തം പോലെ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വല്ല വഴിയുണ്ടാ? എവിടെന്നെങ്കിലും ഒക്കെ വന്നവരാണ് ദേശക്കാരാകുന്നത്. എന്ത് ചെയ്യും, കാരണവന്മാരൊക്കെ പുറത്തായി. കണ്ണിക്കണ്ടു അങ്ങനെയുള്ളവരെ നമ്മുടെ ഈ 12 ദേശങ്ങൾ കൂടിയ വരരുചി കൂട്ടായ്മ നല്ല നല്ല കാര്യങ്ങളാണ് നടത്തുന്നത് എന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷമായി ചാമിച്ചിന്. അതേപോലെ തന്നെയാണ് എന്താ പറയുക, പച്ച പിന്തുകളിനെ കൊണ്ടുവന്നിട്ട് കൊടുവാൾ, മൂർച്ചയില്ലാത്ത കൊടുവാളും കൊണ്ടുവന്ന് താലി അറക്കണതോ അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കണ്ണജാതിയാണ്. എന്താ ഒരു ചടങ്ങാണ്, അതൊക്കെ മാറ്റിയെടുത്തു പറഞ്ഞപ്പോ എത്ര ചന്ത ഇല്ല നാടിന്. പുരോഗതി പറയുന്നത് ഇതൊക്കെയാണ്. നമ്മൾ നാട് മാത്രം പുരോഗമിച്ചിട്ട് കാര്യമില്ല, മനസ്സുകളും കൂടി നല്ല ചിന്തയും പ്രവർത്തിയിലേക്ക് വേണം. അപ്പോഴാണ് നാടിനൊരു ഐശ്വര്യം ഉണ്ടാകുന്നത്, വിളക്കാകുന്നത്. അങ്ങനെയുള്ള ചിന്തകള് നമ്മുടെ ദേശത്ത് കൊണ്ടുവന്നില്ല നിങ്ങ. നല്ല കാര്യമാണ്, ഇതൊക്കെ മാതൃകയാണ്. ഏത് കുളിപ്പിക്കലും അതുപോലെ ചടങ്ങുകൾ നടത്തലും. എന്തിനു പറയുന്നു, തിങ്കൾ മുതൽ ഞായർ വരെ ലോണോടെ ലോണാണ്. എന്താ പറയാൻ, ഈ ഷാപ്പ്, മുത്തൂറ്റ്, ശ്രീ ലോണ്, അത് ഇത് പറഞ്ഞ് വേണ പുലിവാല് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ അടിയിൽ കൂടിയാണ് ലോണുകൾ. അങ്ങനെ വീട്ടിലൊരു അപകടം വന്നാലോ എന്ത് ചെയ്യും?
ഏത്തിക്കൊണ്ട് പിന്നെ തല വയ്ക്കൂ. അങ്ങനെ തല വെക്കണ്ട, ഞങ്ങളുണ്ട് എന്ന് ദേശക്കൂട്ടായ്മ പറയാനില്ലേ. 15,000 ഉറുപ്പിയാണ് എണ്ണീറ്റായി കുടുംബത്തിന് കൊടുക്കണെന്നാണ് ഞാൻ കേട്ടത്. എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്ത് 5 ഉറുപ്പ്യ കിട്ടാൻ വഴിയില്ല. 15,000 ഉറുപ്പ്യാണ് ഇല്ല നിങ്ങൾ എണ്ണി കൊടുക്കണേ അവിടെ ദുഃഖം വന്ന കുടുംബത്തിന്. അതും ഒരു മാതൃകയാണ്. ഇതൊക്കെയാണ് സഹായം. ഇന്ന് എന്തെങ്കിലും വേറെ വഴിയുണ്ടാ? അപ്പൊ ദേശക്കൂട്ടായ്മ പറയുമ്പോ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ള കൂട്ടായ്മയായിട്ട് നമ്മുടെ വരരുതി ദേശക്കൂട്ടായ്മ വളർന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ ചാമ്യച്ചിന് ഒരുപാട് സന്തോഷമായിട്ടുള്ളൂ. ഏതായാലും വളരെ സന്തോഷം. എന്തായാലും അതേപോലെ തന്നെ ഉദ്യോഗം കിട്ടുക പറഞ്ഞ ചില്ലറയാണ്. കണ്ണിക്കൂടി ചൊകര വരൂ പഠിക്കുന്നവർക്കും കുടുംബക്കാർക്കും ഒരുമിച്ച്. ഒരു ഇന്നത്തെ കാലത്തൊക്കെ ഒന്ന് പഠിച്ച് ഒരു ജോലി വാങ്ങുക പറഞ്ഞ ചില്ലറയല്ല. അങ്ങനെ ജോലി വാങ്ങിയവരെ നിങ്ങൾ ഇവിടെ ആദരിച്ചൂലേ? എന്താണ് അവർക്ക് വലിയ വെളിയിൽ പോയി എന്ത് കിട്ടിയിട്ട് കാര്യമില്ല. അവനവന്റെ അപ്പനമ്മയും കുടുംബവും ദേശവും ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർ വലിയവരാകണ്. അവരിനെ വളർത്തുന്നത് നമ്മുടെ ദേശമാണ്. വെളിയിൽ നിന്ന് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. പാലക്കാട് ജാമ്യച്ചനും തൃശ്ശൂരൊക്കെ പോയിട്ട് ഒരുപാട് വാങ്ങി. നമ്മുടെ ദേശത്തുനിന്ന് കിട്ടുമ്പോഴാണ് 2 വാക്കം 2 കയ്യടിയൊക്കെ കിട്ടുമ്പോഴാണ് മനസ്സ് തണുക്കണ്. അങ്ങനെ തണുക്കണ കാഴ്ചയും ഞാനിവിടെ കണ്ടു. നിങ്ങൾ കൊടുത്തു, സന്തോഷം. ഇനി ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ, ഈ പ്രദേശത്തുണ്ടാകട്ടെ. പാവപ്പെട്ടവർക്ക് സഹായിക്കട്ടെ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സഹായം കൊടുക്കട്ടെ. വയസ്സായവർ എന്താ അങ്ങനെ ഇരിക്കണ്? എന്താ വിഷമം? എന്ത് വേണം നിങ്ങൾക്ക്?